ഹായ്, എല്ലാവർക്കും നമസ്കാരം. റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കൃത്യമായി ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായ ഒരു വിവരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? ഞാനിത് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ PSCയുടെ ഒക്കെ ടെക്നിക്കൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ടെക്നിക്കൽ പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് RRB JEE എക്സാം എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്കൽ സബ്ജക്റ്റിൽ കയറാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ ഈ എക്സാം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ദിശ അക്കാഡമി ഈ വീഡിയോയിലൂടെ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത്. കാരണം റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു പരീക്ഷ, റെയിൽവേയുടെ സൈഡിൽ നിന്നുള്ള ഒരു നോൺ ടെക്നിക്കൽ എക്സാം അല്ല, ഒരു ടെക്നിക്കൽ എക്സാം. അപ്പോൾ നോൺ ടെക്നിക്കൽ എക്സാംസ് അറിയാം നിങ്ങൾക്ക് ഏതൊക്കെയാണ്. NTPC, ഗ്രൂപ്പ് D, അതേപോലെയുള്ള നിരവധി പരീക്ഷകളുണ്ട്. അപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് റെയിൽവേയുടെ സൈഡിൽ നിന്നുള്ള ഒരു ടെക്നിക്കൽ പരീക്ഷയാണ്. അപ്പൊ ഈ ടെക്നിക്കൽ പരീക്ഷയിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്? അപ്പൊ ഞാൻ പറഞ്ഞു, PSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, PSC ടെക്നിക്കൽ പരീക്ഷകൾക്ക് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള സബ്ജക്റ്റ് നോളജ് ഉള്ള ആളുകൾ എങ്ങനെയാണ് RRB JEE എക്സാമിനെ സമീപിക്കേണ്ടത്? ഞാൻ ആദ്യമേ നിങ്ങളെ അതിന്റെ CBT 1 എന്ന് പറയുന്ന എക്സാമിന്റെ പാർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ RRB JEE എക്സാം എന്ന് പറയുന്നത് 2 പാർട്ടുകളായിട്ട് നടക്കുന്ന പരീക്ഷയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഏതൊക്കെയാണ് ആ 2 പാർട്ടുകൾ? CBT 1 ഉം CBT 2 ഉം. ഈ CBT 1 പരീക്ഷയുടെ ടോപ്പിക്കുകൾ നിങ്ങളൊന്ന് നോക്കിയേ. എല്ലാവരും ഈ CBT 1ന്റെ ടോപ്പിക്കിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോ നമുക്ക് CBT 1ന്റെ ടോപ്പിക്കിലോട്ട് പോകാം. 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് അല്ലേ? ഏതൊക്കെയാ വരുന്നത്? മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ ഏതുണ്ട്? ജനറൽ അവയർനെസ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞ പാർട്ടുണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. കണ്ടോ നിങ്ങൾ? വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുവാണ് ഈ 100 മാർക്കിന്റെ സെക്ഷൻ വന്നിരിക്കുന്നത്. എന്താ 100 മാർക്കിന്റെ സെക്ഷൻ വന്നിരിക്കുന്നത്? പ്യുവർലി നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ ഇതിനകത്തുള്ളത്? നിങ്ങൾ ഒരു പക്ഷേ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആവാം, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആവാം. നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളാണോ ഈ CBT 1 എക്സാമിന് വന്നിരിക്കുന്നത്? അല്ല. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ഒരു പ്യുവർലി നോൺ ടെക്നിക്കൽ പാർട്ടാണ് ഈ CBT 1. RRB JEE 2024 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് CBT 1 എന്ന് പറയുന്നത് പ്യുവർലി ഒരു നോൺ ടെക്നിക്കൽ പാർട്ടാണ്. നിങ്ങൾക്കറിയാം, CBT 1 ക്ലിയർ ചെയ്യാത്ത ഒരാൾക്ക് പോലും CBT 2ന്റെ പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല. അതായത് ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. നിങ്ങളിപ്പോ ഏതെങ്കിലുമൊക്കെ എക്സാമുകൾക്ക് വേണ്ടി, ഇപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ ഡിപ്ലോമ കോളേജുകളിലോ ഒക്കെ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്കൽറ്റീസോ മറ്റോ ആയിരിക്കാം. നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് അത്യാവശ്യം സൗണ്ട് ആണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് RRB JEEയുടെ എക്സാം ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക. അതിന്റെ CBT 1 എന്ന് പറയുന്നത് പ്യുവർലി ഒരു നോൺ ടെക്നിക്കൽ എക്സാമിന്റെ പരീക്ഷ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അപ്പോ എന്തൊക്കെയാ അവിടെ പഠിക്കേണ്ടത്? നിങ്ങൾ നോക്കിയാൽ അറിയാം. 30 മാർക്കിന്റെ മാത്സ് പഠിക്കണം, 25 മാർക്കിന്റെ റീസണിങ് പഠിക്കണം, 15 മാർക്ക് ജനറൽ അവയർനെസ് പഠിക്കണം, 30 മാർക്ക് നിങ്ങളെ ജനറൽ സയൻസ് പഠിക്കണം. ഒരിടത്ത് പോലും നിങ്ങളുടെ സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല വരുന്നത്. പ്യുവർലി നമ്മൾ നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമല്ലോ, SSC, റെയിൽവേ പോലെയുള്ള നോൺ ടെക്നിക്കൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. അവിടെയാണ് ദിശ അക്കാഡമിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകളുടെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. ടെക്നിക്കൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന പല ആളുകൾക്കും നോൺ ടെക്നിക്കൽ സൗണ്ട് ആക്കി എടുക്കാൻ വേണ്ടി ദിശ അക്കാഡമി പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ മാത്രം കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഏകദേശം 2000-ഓളം വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ആ വീഡിയോസ് മാത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ദിശ അക്കാഡമി റെയിൽവേ SSC പരീക്ഷകൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന
ക്ലാസ്സുകളെന്ന് കൃത്യമായി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ CBT 1 എന്ന് പറയുന്ന കടമ്പ കടക്കാൻ ദിശ അക്കാഡമിയുടെ ക്ലാസ്സുകൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കൂ, പഠിക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും CBT 1 പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു ഡൗട്ടിലേക്ക് നിങ്ങൾ പോകണ്ട. ഒരു ക്ലാസ്സുകളും മറ്റൊരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ദിശയുടെ ക്ലാസ്സുകൾ, യൂട്യൂബിൽ കിടക്കുന്ന ക്ലാസ്സുകൾ മാത്രം മതി നിങ്ങൾക്ക് ഈ പറയുന്ന 4 പാർട്ടുകൾ പഠിക്കാനായിട്ട്. വളരെ വലിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. എന്താണ്? 30 മാർക്ക് മാത്സിന്റെയും 25 മാർക്ക് റീസണിങ്ങിന്റെയും 15 മാർക്ക് നമ്മുടെ ജനറൽ അവയർനെസ്, 30 മാർക്ക് ജനറൽ സയൻസും ചേർത്ത് 100 മാർക്ക് നേടിയെടുക്കുന്ന പരീക്ഷയ്ക്ക് ഏകദേശം 1.5 മണിക്കൂർ വരുന്ന സമയത്തിനകത്ത് ഈ 100 മാർക്ക് നേടിയെടുക്കുന്ന ഒരു ഏരിയ നിങ്ങളെ സ്ട്രോങ് ആക്കാനായിട്ട് ആർക്ക് സാധിക്കും? ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകൾക്ക് സഹായിക്കും. അതുകൊണ്ട് യാതൊരു തർക്കവുമില്ല. എല്ലാവരും നിങ്ങൾ വെറുതെയെങ്കിലും നമ്മുടെ പ്ലേലിസ്റ്റുകൾ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നിങ്ങളോട് തന്നത്. അപ്പൊ എങ്ങനെയാണ് RRB JEE പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോളുക. RRB JEE എക്സാമിന്റെ CBT 1 വേണ്ടി വളരെ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ടെക്നിക്കലി സൗണ്ട് ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെത്താൻ പറ്റുള്ളൂ? CBT 2 പരീക്ഷയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയേ? ഇനി ഈ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ തരാം. അതിനു മുമ്പിട്ട് ഞാൻ പോകുന്നത് എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ CBT 2 ടോപ്പിക് കൂടി നമുക്ക് നോക്കാം. CBT 2 ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ദാ നോക്കൂ മക്കളെ, എന്താണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്? 15 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്സ് ഉണ്ട്. കമ്പ്യൂട്ടറിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. എൻവയോൺമെന്റിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇത്രയും പാർട്ടിൽ നിന്ന് 50 മാർക്സ് ഉണ്ട്. ബാക്കി 100 എന്ന് പറയുന്നതാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രീമിലുള്ള സബ്ജക്ട്സ്. അത് ഇലക്ട്രിക്കൽ ആവാം, മെക്കാനിക്കൽ ആവാം, സിവിൽ ആവാം, ഇലക്ട്രോണിക്സ് ആവാം, കമ്പ്യൂട്ടർ ആവാം, ഏത് സബ്ജക്റ്റും ആവാം. ഈ 100 + 50 അതാണ് എന്തെന്ന് പറയുന്നത്? 150 മാർക്ക്. അപ്പോൾ ടയർ 2-ൽ CBT 2-ലും നിങ്ങൾ എന്ത് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്? 50 മാർക്ക് നോൺ ടെക്നിക്കൽ പാർട്ടും 100 മാർക്ക് നമ്മുടെ ടെക്നിക്കലും കൂടെ ചേർത്തിട്ടാണ് എന്ത് വരുന്നത്? 150 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അവിടെയും ആർക്ക് പ്രാധാന്യമുണ്ട്? ഈ 50 മാർക്കിന് പ്രാധാന്യമുണ്ട്. CBT 1 പഠിച്ച ജനറൽ അവയർനെസിന്റെ ഒരു പ്രാധാന്യം റാങ്ക് മേക്കിംഗ് ആയിട്ട് അവിടെയും കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഈ RRB JEE ഒരു ടെക്നിക്കൽ പരീക്ഷയാണെങ്കിൽ പോലും ഇറ്റ് ഈസ് ആക്ച്വലി എ പ്യുവർലി നോൺ ടെക്നിക്കൽ എക്സാം തന്നെയാണ്. അതിൽ ടെക്നിക്കൽ പാർട്ട് എന്ന് പറയുന്നത് CBT 2-ലെ 100 മാർക്സ് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇതൊരു നോൺ ടെക്നിക്കൽ പ്രാധാന്യം വരുള്ള എക്സാം ആണ്. അപ്പൊ നിങ്ങൾ RRB JEEക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ SSC CGL-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ റെയിൽവേ NTPC വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ പരീക്ഷയായ ഗ്രൂപ്പ് D പോലെയുള്ള എക്സാമുകൾക്ക് കൂടി ഇതിനോടൊപ്പം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ നോൺ ടെക്നിക്കൽ പാർട്ട് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് CBT 1 ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. കുറെ ആളുകൾക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പോയിന്റ് അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മുടെ നോൺ ടെക്നിക്കൽ പാർട്ടിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെന്ന് നമുക്ക് നോക്കാം. ആ ടോപ്പിക്കുകളുടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണ്. അപ്പോൾ എങ്ങനെ നിങ്ങളുടെ പഠനം തുടങ്ങണം എന്ന പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ശരി, നമ്മൾ പോകുന്നു. ആദ്യമേ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, മാത്സ് എന്ന് പറയുന്ന 30 മാർക്കിന് ചോദിക്കുന്ന പാർട്ടിലേക്കാണ് പോകുന്നത്. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്? മാത്സിൽ നിന്നാണ്. 30 മാർക്ക്. എങ്ങനെയായി 30 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ ആ ടോപ്പിക്കുകൾ നോക്കിയേ. നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കുകളൊന്നുമല്ല. നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽ ഫ്രാക്ഷൻസ്, LCM HCF, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൾജിബ്ര, ജോമെട്രി, ട്രിഗണോമെട്രി പോലെയുള്ള ടോപ്പിക്കുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചേരുന്നതാണ് നമ്മുടെ ഈ 30 മാർക്സ് എന്ന് പറയുന്നത്. മക്കളെ,
ഈ ടോപ്പിക്കുകൾ ഒരിക്കലും നിങ്ങളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ബിടെക് ഡിപ്ലോമയൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ മാത്സ് ഒക്കെ ഇച്ചിരി നോളജ് ഉള്ളവരായിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങളുടെ സബ്ജക്റ്റോ അല്ലെങ്കിൽ ടെക്നിക്കൽ സബ്ജക്റ്റോ ആണ് എന്നുള്ള ടെൻഷൻ കൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. എനിക്കത് ക്ലിയർ ആയിട്ട് അറിയാം. ഞാനത് കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ടെക്നിക്കൽ എക്സാമിന് വേണ്ടി അല്ലെങ്കിൽ ടെക്നിക്കൽ സബ്ജക്റ്റിൽ പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ കുറച്ച് താല്പര്യക്കുറവായിരിക്കും. അത് എങ്ങനെ GK പഠിക്കണമല്ലോ സാർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു, നമുക്ക് നോൺ ടെക്നിക്കൽ പാർട്ട് ആണെങ്കിലും GKയുടെ പാർട്ട് വളരെ തുച്ഛമാണ്. അവിടേക്ക് നമുക്ക് വരാം. നമുക്ക് ഏറ്റവും കൂടുതൽ 30 മാർക്ക് കിടക്കുന്ന മാത്സ് ആണ്. 30 മാർക്കിന്റെ മാത്സ് ഉണ്ട്. അപ്പൊ ആ മാത്സ് നിങ്ങൾക്ക് പഠിക്കാം, പഠിച്ചെടുക്കാം. ഈ 30 മാർക്കും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ടെക്നിക്കലൊക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മെക്കാനിക്കലും സിവിലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഒക്കെ പഠിച്ചവരെ സംബന്ധിച്ച് 30 മാർക്കിന്റെ മാത്സ് എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് നിസാരമായി പഠിച്ചെടുക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. റേഷ്യോ, ഏജ്, പെർസെൻറ്റേജ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജ്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് പോലെയുള്ള കാര്യങ്ങളും കുറച്ച് അഡ്വാൻസ്ഡ് മാത്സിന്റെ ടോപ്പിക്കുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 30 മാർക്ക് മാത്സ് കണ്ടു. ഇനി എന്തുവാണ് സാർ വരുന്നത്? ഇതാ, നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഞാനത് കാണിച്ചു തരാം. ഇതാ, അടുത്തത് വരുന്നത് നമ്മുടെ 25 മാർക്കിന്റെ റീസണിങ് ആണ്. 25 മാർക്സ്. അപ്പൊ എത്രയായി? 55 മാർക്സ് ആയി. 30 മാത്സും 25 റീസണിങ് കൂടെ വന്നപ്പോൾ എത്ര മാർക്കായി? 55 മാർക്കായി. അപ്പൊ ഇനി 45 മാർക്കിന്റെ കാര്യമുള്ളൂ. 25 മാർക്കിന്റെ റീസണിങ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും മാത്സ് പോലെ തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. എന്താണ്? ഒരു എംപ്ലോയിയുടെ ലോജിക്കൽ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? റീസണിങ് അല്ലെ, ലോജിക്കൽ തിങ്കിങ് ആണ്. എന്താണ്? എഫിഷ്യന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ 4 പേരെ വിളിക്കുന്നു. ഒരാൾ 15 മിനിറ്റ് കൊണ്ട് ഒരു ജോലി ചെയ്തു. ഒരേ ജോലി 4 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരാൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്തു, ഒരാൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്തു, ഒരാൾ 2 മിനിറ്റ് കൊണ്ട് ചെയ്തു. അപ്പോൾ ഒരേ ജോലി തന്നെ 4 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 4 പേര് 4 ടൈമുകളിലാണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഏറ്റവും ചെറിയ സമയത്ത് ആരാണ് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ് ആയിട്ടുള്ള എബിലിറ്റി. നിങ്ങളുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനായിട്ട് നടത്തുന്ന പാർട്ടാണ്. അതിലെന്തൊക്കെയാണ് വരുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കുകളൊക്കെ തന്നെ ഉള്ളൂ. അനലോഗീസ്, സിമിലർ ആയിട്ടുള്ളതിനെ കണ്ടുപിടിക്കുക, അനലോഗീസ്. അതുപോലെ നമ്പർ സീരീസുകൾ, നമ്പറുകളുടെ സീരീസ്, കോഡിംഗ്, ഡീകോഡിങ്, കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ബ്ലഡ് റിലേഷൻസ്, സില്ലോജിസം, വെൻ ഡയഗ്രംസ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻസ്, പിന്നെ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ, അതായത് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ പോലെയുള്ള സിമിലാരിറ്റി, ഡിഫറൻസസ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻ പോലെയുള്ള കുറെ ടോപ്പിക്കുകൾ, സീറ്റിംഗ്, അറേഞ്ച്മെന്റ് പോലെയുള്ള ടോപ്പിക്കുകൾ, ഇതെല്ലാം നമ്മുടെ ഈ ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ്ങുകൾ അളക്കുന്ന പാർട്ടുകളാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ നിരവധി ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ചുമ്മാ ഒന്ന് കാണാൻ ശ്രമിക്കുക. പല എക്സാമുകളുടെ ആയിരിക്കും, പക്ഷേ എങ്കിൽ പോലും അതൊക്കെ എടുത്തൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് നിങ്ങളുടെ മൈൻഡിൽ വരും. അപ്പം 55 മാർക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ ജനറൽ അവയർനെസ്. മക്കളെ, ഈ പാർട്ടിൽ നിന്ന് ആകെ 15 മാർക്കിന്റെ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇതാണ് ചില ആളുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളത്. ചില ആളുകളെ സംബന്ധിച്ച് അവർ ഏറ്റവും ബുദ്ധിമുട്ട് പറയുന്നത്, സാർ ഞങ്ങൾക്ക് GK പഠിക്കാൻ വയ്യ, GK പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിന് 15 മാർക്കിന്റെ വെയിറ്റേജ് നമ്മുടെ 100 മാർക്കിന്റെ പരീക്ഷയിലുള്ളൂ. 85 മാർക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയ ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 15 മാർക്കാണ് GK പാർട്ടിൽ വരുന്നത്. അതിൽ എന്തൊക്കെ വരാം നോക്കൂ മക്കളെ. കറണ്ട് അഫയേഴ്സ് വരാം, ജോഗ്രഫി വരാം, ഹിസ്റ്ററി വരാം, അതുപോലെ പൊളിറ്റി വരാം, എക്കണോമിക്സ് വരാം, അതുപോലെ തന്നെ എൻവയോൺമെന്റിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തൊരു 15 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കണം. കറണ്ട് അഫയേഴ്സ് എങ്ങനെ കിട്ടും? നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ അത്യാവശ്യം കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കിട്ടും.
എന്നിട്ട് നിങ്ങൾക്ക് ഓരോ ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞാൽ കടൽ പോലെ കിടക്കുന്ന ഒരു ഏരിയ, പക്ഷെ അതിനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്ത് പഠിക്കണമെന്ന് കൃത്യമായി നമ്മുടെ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, പക്ഷെ അത് എങ്ങനെ കൺക്ലൂഡ് ചെയ്ത് പഠിക്കണം എന്തൊക്കെ. അപ്പൊ എല്ലാവർക്കും കിട്ടുന്ന മാർക്ക് നമുക്കൊരു GK ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജനറലായി വരുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് GKയിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചാൽ ഈ 15 മാർക്ക് പാർട്ടിൽ നിന്ന് ഒരു 10 മാർക്കെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആ GK ആലോചിച്ച് ആരെങ്കിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ആരും തന്നെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിസാരമായിട്ട്, വളരെ നിസാരമായിട്ട് നിങ്ങൾക്ക് GKയുടെ പാർട്ടും കവറപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്കിനി ലാസ്റ്റ് പാർട്ടായിട്ട് പറയാനുള്ളത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 30 മാർക്കിന്റെ ഒരു സെക്ഷൻ കൂടി അവശേഷിക്കുന്നുണ്ട്. അതാരാണ്? നമുക്ക് 30 മാർക്ക്, അതുപോലെ ആദ്യത്തെ മാത്സ് പോലെ തന്നെ വെയിറ്റേജ് ഉള്ളൊരു പാർട്ടാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഈ ജനറൽ സയൻസ്. വീണ്ടും ഒരു 30 മാർക്കിന്റെ സെക്ഷൻ. എന്താ ഈ 30 മാർക്കിന്റെ സെക്ഷനിൽ വരുന്നത്? മക്കളെ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി അതായത് ലൈഫ് സയൻസ് ഉണ്ട്. ഈ 3 പാർട്ടുകളിൽ നിന്നാണ് ഇത് നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിലെ കുറെ കണ്ടന്റുകളാണ് നമുക്ക് ഈ 30 മാർക്കിൽ വരുന്നത്. അപ്പൊ സയൻസ് സബ്ജക്റ്റുകളൊക്കെ ഈ ബിടെക് ഡിപ്ലോമക്കാർക്ക് വളരെ പാടുള്ള കാര്യമോ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പം നിങ്ങളെ കൊണ്ട് അത് വിചാരിച്ചാൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ 30 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പ്യുവർലി നോൺ ടെക്നിക്കൽ എക്സാം ആണ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയകളായ മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് ഏരിയകൾക്ക് വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരെന്തുണ്ടാക്കിയിരിക്കുന്നത്? CBT 1ന്റെ പാർട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനിയും പ്രിപ്പറേഷൻ ചെയ്യാൻ ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും താമസം കളയാതെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ നിരവധി നമ്മുടെ ക്ലാസ്സുകൾ കിടപ്പുണ്ട്, വെറുതെ എങ്കിലും ഒന്ന് കണ്ടു നോക്കുക. ഇനി അതല്ല, ഞാൻ എപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഇനി അതല്ല, നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വന്നോ. ദിശയുടെ ഓഫ്ലൈൻ ക്യാമ്പസുകൾ കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം ഏരിയകളിലെല്ലാം ദിശയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അധ്യാപകരെ കണ്ട് ഈ എക്സാമിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെപ്റ്റംബർ 2ാം തീയതി മുതൽ പുതിയ ബാച്ചുകൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ മന്തും ഇതിന്റെ ബാച്ചുകൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് രണ്ടും പ്രിപ്പയർ ചെയ്യണം, CBT 1ഉം CBT 2ഉം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെല്ലാം അവസരമുണ്ട്. ദിശ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഈ വീഡിയോയുടെ താഴെയും ലിങ്കിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിലൂടെയും പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെ പ്രിപ്പയർ ചെയ്താലും CBT 1 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ വൃത്തിയായിട്ട് ഈ 4 പാർട്ടുകൾ പഠിച്ച് ഒരുങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ടെക്നിക്കൽ എക്സാം ഒക്കെ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഇതുകൂടെ പഠിക്കാമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ എപ്പോഴും പറയുന്നു, ഇപ്പം ടെക്നിക്കൽ മാത്രം അറിയാമെന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമുക്ക് CBT 1 ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈക്വൽ വെയിറ്റേജോടുകൂടി CBT 1 പഠിക്കണം. ഇപ്പോൾ CBT 2ന്റെ ടെക്നിക്കലിന്റെ കുറച്ച് പാർട്ട് അറിയാമെന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ RRB JEE എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഇരിക്കരുത്. വളരെ ഗൗരവത്തിൽ CBT 1നെ കാണണം. എങ്കിലേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? ആ എക്സാമിന്റെ CBT 1 ക്വാളിഫൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി CBT 2ലേക്ക് പോകുമ്പോൾ അതിന്റെ സിലബസ് ഒന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. അതിലൊരു 2 ടോപ്പിക് കൂടെ കണ്ടായിരുന്നു. ഏതാണ്? കമ്പ്യൂട്ടർ അല്ലെങ്കിലും നമ്മൾ ടയർ 1നകത്ത് പറയൂടാ എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ വരുന്നത്. നമ്മുടെ ആർക്കിടെക്ചർ വരുന്നുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വരുന്നുണ്ട്, സ്റ്റോറേജ് ഡിവൈസ് വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, വൈറസ് ഉണ്ട്. ഇങ്ങനെ സൈബർ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ ടോപ്പിക്കുകളും CBT 1ന് വേണ്ടി നിങ്ങളെ പഠിപ്പിക്കും. അത് നിങ്ങൾക്ക് ടയർ 2ൽ വരുമ്പോൾ ഒരു 10 മാർക്ക് സെക്ഷൻ തന്നെ ഉണ്ട്. അതും നിങ്ങൾക്ക് ഫുള്ളായിട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അതും നമ്മൾ നമ്മുടെ CBT 1ൽ കൃത്യമായി കവറപ്പ് ചെയ്ത് തരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം, കമ്പ്യൂട്ടറിന്റെ ഒക്കെ ക്ലാസ്സുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതും കംപ്ലീറ്റ് ചെയ്ത് തരും. അപ്പോൾ ഉറപ്പായിട്ടും CBT 1ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറും ഒരു പാർട്ടായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ടയർ 2ലും പ്രയോജനം ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾ കണ്ടു കാണും എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്ന പാർട്ട്. ഇവിടെ നിന്നും ഉണ്ട് ഒരു 10 മാർക്ക്.
അപ്പോൾ ബാക്കി 30 പ്ലസ് ഈ 2 10 കൂടെ ചേർന്നാണ് ടയർ 2-ലെ 50 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ടയർ 1-ൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന രീതിയാണ് നമുക്കുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവാമെങ്കിൽ നിങ്ങൾക്ക് ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് വരുന്ന ബേസിക് എൻവയോൺമെന്റിന്റെ കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് പൊല്യൂഷന്, അതുപോലെ ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് വരുന്നത്. ഇതൊക്കെ ഒന്ന് ജനറലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ 10 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതൊന്നും തന്നെ ഒരിക്കലും നമ്മുടെ നിങ്ങളുടെ സ്പെസിഫൈഡ് സബ്ജക്റ്റ് ആയ സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സിലെയോ കമ്പ്യൂട്ടറിലെയോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞു വന്നതെല്ലാം പ്യുവർലി CBT1 CBT2 എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പാർട്ടുകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഇനി അതിനുവേണ്ടി ഒട്ടും സമയം പാഴാക്കാനായിട്ട് പാടില്ല എന്നാണ് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ RRB JEE എക്സാം ഒരു സീരിയസ് എക്സാം ആയി കണ്ട് പഠിക്കാനായിട്ട് ഒരുങ്ങുന്ന ആളുകൾ, ഇപ്പോൾ കാരണം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു, എല്ലാവരും എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു, ഇനി ഇതിനൊന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്ന് ആലോചിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തന്നത്. ചില ആളുകൾ ഈ കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. ഈ കാറ്റഗറിയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ടെക്നിക്കൽ അത്യാവശ്യം അറിയാം, അവർക്ക് RRB JEE എക്സാം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ടെക്നിക്കൽ അത്യാവശ്യം സൗണ്ട് ആണെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് എന്താ, ഇതിൻ്റെ CBT1 ആ ഒരു ഏരിയ മാക്സിമം നന്നായി പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ബോധ്യം നിങ്ങളെ വരുത്താനാണ് ഈ ഒരു വീഡിയോയുമായി ഞാൻ എത്തിയത്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫ്രണ്ടിൽ ഏകദേശം 7951 8000-ഓളം വേക്കൻസികൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ബട്ട് അത് ഇനിയും കൂടാനും ചാൻസ് ഉണ്ട്. സോ നമ്മുടെ പ്രിപ്പറേഷൻ ഒട്ടും തന്നെ മടി കൂടാതെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രിപ്പയർ ചെയ്താൽ കഴിഞ്ഞ ലിസ്റ്റിൽ അവസാനം വരെയുള്ള ആളുകളെയും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് വരെ ആളുകളെ എടുക്കുകയും ചെയ്തുകൊണ്ട് ലിസ്റ്റിൽ കടന്നുകൂടാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ എക്സാം വിജയിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായും ഉദ്ദേശിച്ച പോയിന്റ് ടെക്നിക്കൽ അറിയാം എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കുന്ന CBT1-ൽ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇരുന്നാൽ നമ്മൾ ഒരിക്കലും CBT2-ന്റെ പരീക്ഷയിലേക്ക് എത്തില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.